So our unit number 2, optical spectra. Optical spectra. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ക്വാണ്ടം നമ്പർ പഠിച്ചു. ഇപ്പം പല ഷെല്ലുകളുണ്ട്. കെ എൽ എം എൻ, അതിനകത്ത് തന്നെ പല ഓർബിറ്റലുകളുണ്ട്. എസ് പി ഡി എഫ്. ഇനി ഉണ്ണിമായ്ക്കില്ലേ? സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഷെല്ലുകളുണ്ട്. കെ എൽ എം എൻ, അതിനകത്ത് തന്നെ എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഓർബിറ്റുകളുണ്ട്. ഇനി ഇത് ഏതും ആവട്ടെ, ഒരാറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമേ സ്പെക്ട്ര തരുള്ളൂ. സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്നാണ്? സ്പെക്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരാറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണെന്നിരിക്കട്ടെ. 11 ആണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും? 2, 8, 1 ആയിരിക്കും. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലില് 1 ഇലക്ട്രോൺ. സോ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പൊ കെ ഷെല്ലില് 2 ഇലക്ട്രോൺ, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ. ഇനി ഒപ്റ്റിക്കൽ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു ഇലക്ട്രോൺ ഒരു എനർജി സ്വീകരിച്ച് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഇവിടെയാണ് ലോവർ എനർജി ലെവൽ. ഇ ഓഫ് ഇനിഷ്യൽ എഴുതി കഴിഞ്ഞാൽ ഇവിടുന്ന് എനർജി സ്വീകരിച്ച് അത് ഫൈനൽ ലെവലിൽ ചെല്ലും. പക്ഷെ ഫൈനൽ ലെവലിൽ ചെല്ലുമ്പം അവിടെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ആ എനർജിയെ തിരിച്ച് വിട്ടിട്ട് അത് ഇരുന്ന് അതേ സ്റ്റേറ്റ് തിരിച്ചെത്തും. അപ്പൊ ഇതൊരു റേഡിയേഷൻ പുറത്തു തരും, അല്ലെ ഒരു ഫോം ഓഫ് ലൈറ്റിലാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെക്ട്ര. മനസ്സിലായ ആഷ്ന? ഒരു ലോവർ എനർജി ലെവലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ എനർജി സ്വീകരിച്ചുകൊണ്ട് അപ്പർ എനർജി ലെവലിൽ ചെല്ലും, ഇവിടെ ചെല്ലും. പക്ഷെ അപ്പർ എനർജി ലെവലിൽ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് അത് സ്വീകരിച്ച എനർജിയെ ഈസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഇറ്റ് എമിറ്റ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എ സ്പെക്ട്ര. അതിനെയാണ് നമ്മളൊരു സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. ഇപ്പൊ ഈ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് 2, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് 8. ഓൺലി ദ അൺപെയർഡ് ഇലക്ട്രോൺ, സോറി, only the valence electrons, only the valence electrons gives the optical spectrum. അപ്പൊ ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ നമുക്ക് ഒപ്റ്റിക്കൽ സ്പെക്ട്ര ആയിട്ടുള്ളൂ. അപ്പം ഇസഡ് ഇവിടെ 11, സോഡിയം 11, അത് ആറ്റോമിക് നമ്പർ ഉള്ള ഒരു എലമെന്റ് ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ നമുക്ക് എന്ത് തരുവുള്ളൂ? ഒപ്റ്റിക്കൽ സ്പെക്ട്ര തരുവുള്ളൂ. സോ only the valence electrons gives the optical spectra. Any depend upon the valence number of valence electron. Valence electron ne എണ്ണത്തിനെ അനുസൃതമാക്കി actually there are 2 systems. One electron system. Second one, many electron system. One electron system, as its name indicates,
the outermost shell has only one electron. So only one valence electron is present. And it absorbs the energy and moves to the upper energy level and coming back to its original lower level. അതിൻ്റെ എക്സാമ്പിൾ ആണ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് വാലൻസ് ഇലക്ട്രോൺ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് സിമിലർ ടു ഹൈഡ്രജൻ സ്പെക്ട്ര. ഹൈഡ്രജൻ ആറ്റത്തിനും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇവിടെ ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇറ്റ്സ് സിമിലർ ആസ് ഹൈഡ്രജൻ സ്പെക്ട്ര. എക്സാമ്പിൾ ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. മെനി ഇലക്ട്രോൺ സിസ്റ്റം. മെനി ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ആറ്റം ഹാസ് മോർ ദാൻ വൺ വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒന്നിൽ കൂടുതൽ വാലൻസ് ഇലക്ട്രോൺ ഉള്ളതാണ് മെനി ഇലക്ട്രോൺ സിസ്റ്റം. അതിൻ്റെ എക്സാമ്പിൾ ആണ് ആൽക്കലി എർത്ത് മെറ്റൽസ്. ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇവിടെ ഈ കേസിലെല്ലാം 2 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ആൽക്കലി എർത്ത് മെറ്റൽസ് ഉള്ളത്. 2 ഇലക്ട്രോൺസ് ഓർ 2 valence electrons are present. And some example like magnesium, calcium, strontium, barium, radium, beryllium. That means group 2 element. Periodic table ഗ്രൂപ്പ് 2 എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. അത് 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. ഒരു ഇലക്ട്രോൺ മാത്രമേ സ്പെക്ട്ര തരുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്പെക്ട്ര മാത്രമേ ഉള്ളൂ. ഇവിടെ മെനി ഇലക്ട്രോൺസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്. അവർക്കെല്ലാം സ്പെക്ട്ര തരാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ സ്പെക്ട്രനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സ്പെക്ട്രൽ നൊട്ടേഷൻ. ഇപ്പം നമുക്കൊരു ആറ്റത്തിന്റെ എൽ വാല്യൂ തന്നിരിക്കുക. എൽ എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടം നമ്പർ ആയിരുന്നു? എല്. റാഷിന, എൽ എന്ന് പറയുന്ന ഏത് ക്വാണ്ടം നമ്പർ ആയിരുന്നു? ഓർബിറ്റൽ. അസിമത്ത് ഓർബിറ്റൽ ഓർ അസിമത്തൽ ക്വാണ്ടം നമ്പർ. ഇവിടെ ഞാൻ സ്മോൾ എല്ലിന് പകരം ക്യാപിറ്റൽ എൽ എഴുതി, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പൊ എല് 0 ആണെങ്കിൽ അത് ഏതായിരിക്കും? എസ് അല്ലേ? ഇവിടെ ഞാൻ സ്പെക്ട്രൽ നൊട്ടേഷനിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചാപ്റ്റർ 1 നിന്ന് 2 വന്നപ്പം when L equal to 1, that is equal to capital P, L equal to 2, SPD, L is equal to 3, EF. കണ്ടോ? L is equal to 0, 1, 2, 3. കറസ്പോണ്ടിങ് ആയിട്ട് SPDF. ഓക്കെ. ഇനി നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാം. ഒരാറ്റത്തിന് ഇപ്പം L 1 ആണെന്ന് തന്നു. L 1 ആണ്. ഇതിന്റെ ലെറ്റർ ഏതാ? ഇതിൽ വരുന്ന ലെറ്റർ ഏതാ L 1-ന്? L1 ഫോർ P. അപ്പൊ P എന്ന് എഴുതണം. എന്നിട്ട് ഇതിന്റെ ഇടതുവശത്ത് മുകളിൽ ഇവിടെ ലെഫ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയും. മൾട്ടിപ്ലിസിറ്റി എഴുതണം. വലതുവശത്ത് താഴെയായിട്ട് J അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് എഴുതണം. ഓക്കെ.
നോക്കണം. ഇനി മൾട്ടിപ്ലിസിറ്റിക്ക് ഇക്വേഷൻ ഇതാണ്. മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു 2s + 1. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ് സ്പിന്ന് 1/2 ആണെന്നിരിക്കട്ടെ. അപ്പം 2s + 1 എത്രയാകും? 2 × 1/2 + 1. രണ്ടും വെട്ടിപ്പോകും. 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ പി എഴുതുക. പിയുടെ ഇടതുവശത്ത് മുകളിൽ എത്ര എഴുതണം? 2 എഴുതണം. ഇനി താഴെ വലതുവശത്ത് ജെ എഴുതണം. ജെ ഈക്വൽ ടു L + S. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 + 1 3/2. കണ്ടോ? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതത്തില്ലേ? ഒരു എൽ വാല്യൂവും എസ് വാല്യൂവും തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പെക്ട്രൽ നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി 2s + 1 കാണുക. അത് ടോപ്പ് ലെഫ്റ്റ്. മനസ്സിലായോ? ടോപ്പ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് ലെഫ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? റൈറ്റ് ബോട്ടം സബ്സ്ക്രിപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ 2s + 1 കണ്ടുപിടിക്കുക. അത് അതിന്റെ ഇടതുവശത്ത് മുകളിൽ എഴുതുക. ഒരു ചോദ്യം ഞാൻ തരാം. L2 S 1/2. L2 S 1/2. അങ്ങനെയെങ്കിൽ എങ്ങനെ ചെയ്യും? ഒന്ന് എഴുതിക്കുക. L2 S 1/2 ആയ എത്രയാ കിട്ടണേന്ന്? L2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ലെറ്റർ ഏതെന്ന് എഴുതണം? ഡി എന്ന് എഴുതണം. അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് കറസ്പോണ്ടിങ് ആയ അല്ലെങ്കിൽ എൽ വെക്ടറിന് കറസ്പോണ്ടിങ് ആയ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ സ്പെക്ട്രൽ നൊട്ടേഷൻ ഏതാന്ന് എഴുതണം. ഡി എന്ന് എഴുതി. ഇനി ഇവിടെ മൾട്ടിപ്ലിസിറ്റി 2s + 1 എത്ര കിട്ടും? ഇവിടെ എത്രയാ? 2 × 1/2 + 1. 1 + 1 2. ഇവിടെ ജെ എത്ര കിട്ടും? L + S. J is equal to L + S. എത്ര കിട്ടിയ രാഷ്ന? 2 2 4 1 5/2. 5/2. കിട്ടിയോ? ഈ വാല്യൂ കിട്ടിയായിരുന്നോ? D2 5/2. ഓക്കെ. ഇതാണ് സ്പെക്ട്രൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്പെക്ട്രൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എൽ വെക്ടർ എഴുതണം. എല്ലിന് കറസ്പോണ്ടിങ് ആയി 0 ആണ് SPDF. അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതുക. എന്നിട്ട് റൈറ്റ് ദ വാല്യൂ ഓഫ് ജെ. ഇവിടെ താഴെ റൈറ്റ് ദ വാല്യൂ ഓഫ് ജെ ആസ് എ സബ്സ്ക്രിപ്റ്റ് ഓഫ് ദ ലോവർ റൈറ്റ്. താഴെ വലതുവശം ലോവർ റൈറ്റ് ഓഫ് ദ എൽ വെക്ടർ. ഈ എല്ലിന്റെ വാല്യൂവിന് ഏതാണ് ഇട്ടേ അതിന്റെ താഴെ വലതുവശം എഴുതുക. Multiplicity is written as the superscript at the upper left of this letter. എന്നാ നമുക്ക് 1-2 ചോദ്യോടെ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. L2 S1 and J equal to 2. ഇത്രയും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം L is equal to 1, S equal to +or-1. സോറി, +or-1/2. ഇത് രണ്ടും ചെയ്തേ പെട്ടെന്ന്. ആദ്യത്തെ പറഞ്ഞേ.
ആദ്യത്തെ L2 ആകുമ്പം SPD. ശരിയല്ലേ? ഇനി S1 ആന്ന് പറയുമ്പം 2s plus 1 multiplicity 3 അല്ലേ സർ? 2 into 1 plus 1. വെരി ഗുഡ്. ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ 3 എഴുതുക. J നേരെ തന്നിട്ടുണ്ട് 2. ഇനി ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണേ? ചിലപ്പോൾ ഒരു ഇത് തന്നേച്ച് അതിനെ എങ്ങനെയാ എഴുതുന്നത്? ഇതിനെ വായിക്കുന്നത് എങ്ങനെയാണ് നോക്കണം. ഇത് 3 അല്ലേ? അപ്പൊ ട്രിപ്ലറ്റ്. 2 ഇവിടെ നേരിട്ട് J തന്നിരിക്കുമായിരുന്നു. ട്രിപ്ലറ്റ് D2 അങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ. എങ്ങനെ വായിക്കുന്നത്? ട്രിപ്ലറ്റ് D2. നേരത്തെ നമ്മൾ ഒരെണ്ണം എഴുതിയില്ലേ P2 3/2. അതിനെ വായിക്കുന്നത് എങ്ങനെയായിരിക്കും? ട്രിപ്ലറ്റിന് പകരം ഇതിനെ എന്നാ വായിക്കും? ഡബ്ലറ്റ്. P സ്പിൻ ഇവിടെ 2 ആയതുകൊണ്ട് T വഴി. ഇവിടെ ഹാഫിന്റെ 3 സ്പിൻ. അപ്പം 3 halves. ഇത് ഷോർട്ട് ആൻസർ ചോദിക്കുന്ന ചോദ്യങ്ങളാട്ടോ. സ്പെക്ട്രൽ നൊട്ടേഷൻ അതെങ്ങനെയാ എഴുതുന്നതെന്ന് എഴുതിയിട്ട് 1-2 എക്സാമ്പിളും കൂടെ പരീക്ഷയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കിട്ടിയോ? L1 ആണെങ്കിൽ ഏതാണ്? D2 മാത്രമേ ഉള്ളൂ സാർ. ഏതാ? കേട്ടില്ല. ആദ്യത്തത് ട്രിപ്ലറ്റ് D2 അത്രേ ഉള്ളൂ അതിന്റെ പേര്. ഇത് പറയുക ട്രിപ്ലറ്റ്. പിന്നെ ഇത് പറയുക D, ഇത് 2. ഇവിടെ ഡബ്ലറ്റ് P 1/2ന്റെ ടേമിലാണ്. ഹാഫ് സ്പിൻ ആണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാം? 3 halves. ഓക്കെ. ഇവിടെ എന്ന് പറയുമ്പം L1 ആകുമ്പം Pക്ക് 2 എണ്ണം പറ്റും. എന്നാ വെച്ചാൽ സ്പിന്നിന് 2 എണ്ണം തന്നിട്ടുണ്ട്. ഇനി മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s plus 1. That is equal to 2 into 1/2 plus 1. That is equal to 2. ഇത് 2 മൾട്ടിപ്ലിസിറ്റി ഇവിടെയും 2. J എന്ന് പറഞ്ഞാല് L+S ഒരെണ്ണമുണ്ട്. ഇവിടെ പ്ലസ് ഓർ മൈനസ് തന്നിരിക്കുന്നുണ്ട് കേട്ടോ. J is equal to L minus S. That is equal to 1 plus 1/2, 1 minus 1/2. 2 ഒന്നും 3/2, 2 minus 1, 1/2. അപ്പം 1/2 അല്ലെങ്കിൽ 3/2, 1/2. ഇത് വായിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡബ്ലറ്റ് P 3 halves. എങ്ങനെ വായിക്കും? ഡബ്ലറ്റ് P 1 halves. 1 half എന്ന് പറഞ്ഞാൽ സിംഗുലർലി. നെക്സ്റ്റ്. സംശയമുണ്ടോ? എനിക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ L1 S പ്ലസ് ഓർ മൈനസ് 1/2 ആണ്. അപ്പൊ എസിന് ഇവിടെ എത്ര വാല്യൂ ഉണ്ട് റാഷന? 2 വാല്യൂ ഉണ്ട് അല്ലേ? പ്ലസ് 1/2 ഉണ്ട്, പ്ലസ് 1/2 ഉണ്ട്, മൈനസ് 1/2 ഉണ്ട്. ഇപ്പൊ L1 ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതണേ? ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? L1 ആണെങ്കിൽ P കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ അതങ്ങ് എഴുതി P എന്ന്. ഇനി മൾട്ടിപ്ലിസിറ്റിയുടെ വാല്യൂ എത്രയാണ്? മൾട്ടിപ്ലിസിറ്റി is equal to 2s plus 1. That's equal to 2 into 1/2 plus 1. That is equal to 1 plus 1, 2. ശരിയല്ലേ? ഇവിടെ 2, ഇവിടെ 2. റാഷന കിട്ടിയോ?
റൈറ്റ് സൈഡ് ലോവർ എഴുതാൻ ഇവിടെ നോക്കി, ഇവിടെ 2 സ്പിൻ ഉണ്ട്, +1/2 ഉണ്ട്, -1/2 ഉണ്ട്. അപ്പൊ താഴെ ജെ എന്ന് പറയുന്നത് L+S ഉണ്ട്, L-S ഉണ്ട്. രണ്ടും ചെയ്യാം. ബിക്കോസ് L+or-S എന്നാണ് ജെ എന്ന് പറയുന്നത്. അപ്പം 1 + 1/2. ഇവിടെയോ 1 - 1/2. 1 + 1/2 കൂട്ടുമ്പോൾ 2 ഇങ്ങോട്ടേ ഗുണിച്ചാൽ 2 + 1/2. ദാറ്റ്സ് ഈക്വൽ ടു 3/2. 2 കൊണ്ട് ഗുണിച്ചാൽ 2 - 1/2. ദാറ്റ്സ് ഈക്വൽ ടു 1/2. ഒരെണ്ണത്തിന് 3/2 ആകും, ഒരെണ്ണത്തിന് 1/2. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായി. ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് ഹെഡിങ് സെലക്ഷൻ റൂൾസ്. അത് വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ 2 മാർക്കും ചോദിക്കാവുന്ന, ഷോർട്ട് ആൻസർ ചോദിക്കാവുന്നതാണ്. സെലക്ഷൻ റൂൾസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഇലക്ട്രോൺ അതിന്റെ ലോവർ എനർജി ലെവലിൽ നിന്ന് അപ്പർ എനർജി ലെവലിലോട്ട് പോവാം. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിന് ഒരു എനർജി സ്വീകരിച്ചിട്ട് ഇവിടുന്ന് അപ്പർ എനർജി ലെവലിലേക്ക് പോകാം. അതുപോലെ അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു കേസാണെങ്കിൽ മുകളിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് താഴത്തേക്കും പോരാം. ഇനി നമ്മളിവിടെ 3 വാല്യൂ ഉണ്ട് അല്ലേ, നമുക്ക് L വാല്യൂ ഉണ്ട്, J വാല്യൂ ഉണ്ട്, അല്ലെ S വാല്യൂ ഉണ്ട്, പിന്നെ J വാല്യൂ. അപ്പം ഒരു 3 സെലക്ഷൻ റൂൾ ഉണ്ട്. ഈ രീതിയിലുള്ള ട്രാൻസിഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. സോ the transition of the electron obeys the following selection rules. എല്ലിന്റെ സെലക്ഷൻ റൂൾ ഇതാണ്. ഡെൽറ്റ എൽ +or-1 ആയിരിക്കും. അപ്പൊ ഏതായിരിക്കും? ഇപ്പൊ എല്ലിൽ നിന്ന് വേണേ L+1 പോകാം, അല്ലെ L+1 നിന്ന് എല്ലിലേക്ക് വരാം. സെക്കൻഡ്, ജെയുടെ റൂളും സെയിം ആണ്. ഡെൽറ്റ ജെയും +or-1 ആയിരിക്കും. അപ്പൊ ജെയിൽ നിന്ന് J+1 പോകാം, മുകളിലോട്ട് പോവാം. J+1 താഴെ ജെയിലേക്ക് വരാം. മൂന്നാമത്തെ റൂളാണ് സ്പിന്നിന്റെ. സ്പിന്ന് സെയിം ആയതേ പോസിബിൾ. ഡെൽറ്റ എസ് 0 ആയിരിക്കും. അതായത് മോളിസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് 1/2 എന്ന് പറയുന്ന സ്പിന്നുള്ള ഇലക്ട്രോൺ താഴെ വന്നാലും അത് 1/2 തന്നെയായിരിക്കും. നോ ചേഞ്ച്. സോ ഡെൽറ്റ എസ് ഈക്വൽ ടു 0. വളരെ എളുപ്പമാണ് സെലക്ഷൻ റൂൾ. സോ സെലക്ഷൻ റൂൾ ഫോർ എൽ. ഡെൽറ്റ എൽ +or-1 ഒന്ന് മുകളിലോട്ടും പോവാം, ഒന്ന് താഴേക്കും പോവാം. സെലക്ഷൻ റൂൾ ഫോർ ജെ. ഡെൽറ്റ ജെ +or-1. ഒരെണ്ണം മുകളിലേക്കും പോവാം, ഒരെണ്ണം താഴേക്കും വരാം. സെലക്ഷൻ റൂൾ ഫോർ എസ്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. അതായത് സ്പിന്നിന് ദയർ ഈസ് നോ ചേഞ്ച്. അപ്പൊ ഇവിടെ നോക്കിയേ, L +or-1. അതായത് ഇപ്പം 1-ലായിരിക്കുന്നെങ്കിൽ 1-ൽ നിന്ന് അങ്ങോട്ട് പോവാം, ഒന്നെങ്കിൽ 2-ലോട്ട് പോകാം. L1 ആണെങ്കിൽ 1-ൽ നിന്ന് 2-ലേക്ക് പോവാം, അല്ലെ 1-ൽ നിന്ന് 0-ലോട്ട് പോവാം. +or-, ഒന്ന് പുറകോട്ടും പോവാം. ഇനി ജെയുടെ വാല്യൂ 1 ആണെങ്കിൽ അതിനും +1 + 1 2-ലേക്ക് പോവാം. അതുപോലെ 1 - 1 0-ലേക്ക് പോവാം. എസിന്റെ വാല്യൂ 1/2 ആണെങ്കിൽ സെയിം 1/2 തന്നെയായിരിക്കും. -1/2 ആണെങ്കിൽ സെയിം വാല്യൂ -1/2 ആയിരിക്കും. അപ്പൊ അതാണ് 3 സെലക്ഷൻ റൂൾ. ഡെൽറ്റ എൽ +or-1, ഡെൽറ്റ ജെ
പ്ലസ് ഓർ മൈനസ് 1 ഡെൽറ്റ എസ് 0. ക്ലിയർ അല്ലേ? സെലക്ഷൻ റൂള് ഇത്ര എഴുതിയാൽ മതി.